പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീട്ടിലുണ്ടായ ഓറഞ്ച്, വീട്ടിലുണ്ടായ പൈനാപ്പിൾ, അതുകൊണ്ട് നമ്മളൊരു സിമ്പിളായിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കണം. ജ്യൂസ് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾ. ഇതിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലത്തെ ഓറഞ്ച് തൈകളാണ്. 4 തൈകളുണ്ട്. ഇതിന് ഇഷ്ടംപോലെ ഓറഞ്ച് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിന് ഓറഞ്ചുകളുണ്ട, നിറയെ ഓറഞ്ചുകളാണ്. ഓരോന്നുമേ 10, ഇത് പിന്നെ ഒരു 10-18 ഉണ്ട്. പിന്നെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ 2-3 ഓറഞ്ച് പൊട്ടിക്കും കേട്ടോ അവിടുത്തെ. പിന്നെ ഇവിടെ 2-3 ഉണ്ട്. പിന്നെ പൈനാപ്പിൾ നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് പൊട്ടിച്ചാണ്ട് പോവാം. ഇവിടെ നിന്നുള്ള 2 വലിയ ഓറഞ്ച് ഇട്ടാ. നമ്മുടെ പൈനാപ്പിൾ തോട്ടത്തിലത്തെ, അടുക്കള തോട്ടത്തിലത്തെ പൈനാപ്പിളിൻ്റെ അടുത്തത് കേട്ടോ. ഇത് നമ്മൾ പൊട്ടിക്കാൻ പോകണം. ജൈവം മണ്ണ്, ഈ സ്ഥലം മണ്ണിൽ കിടന്ന് പറഞ്ഞ. അപ്പോൾ അത് കളയുന്നു. ഇത് നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ ആദ്യം നമ്മൾ ഓറഞ്ചല്ല പൈനാപ്പിൾ കഷ്ണങ്ങളാക്കണം. ഇതിൻ്റെ മൂക്ക് ഉണ്ട്. കണ്ടാ മൂക്ക്, 4 മൂക്കാണ്. ഇത് നമുക്ക് തിന്നാൻ അടിപൊളിയാണ്. കളയാൻ തോന്നില്ല. ജഗുന്ന ഓറഞ്ചിന് തൊലി കളഞ്ഞു. ഇതേ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ സാധാരണ ഇതിൻ്റെ പോലെയല്ല. ആഹാ, ഇപ്പം ഈ സമയത്ത് തന്നെ മഞ്ഞ കളറ് പോലെ കിട്ടില്ല ചേട്ടാ നമുക്ക്. ഓറഞ്ച് നമ്മൾ കഴുകി തൊലി പൊളിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനെ, ഈ ഓറഞ്ചിനെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഒരു പാത്രത്തിൽ ഇനി ഒന്നുമില്ല, ജ്യൂസ് അടിക്കുക. പൈനാപ്പിൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് ആക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഈ ഓറഞ്ച് അടിക്കുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കാണ്ട് അടിക്കാം. ഓറഞ്ചിൻ്റെയും നമ്മൾ ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നു കേട്ടോ. കൊറ്റങ്കളയനോ നമ്മളിനി 2 കൂട്ടി അടിച്ചത് ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. ജ്യൂസിൻ്റെ ഇതിലേക്ക് വീണ്ടും ഒഴിക്കുന്നു. നമ്മൾ ഈ ജ്യൂസിൽ പഞ്ചസാരയിൽ ചേർക്കുന്നത്, തേനാണ് ചേർക്കുന്നത്. 3 ടീസ്പൂൺ തേൻ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ഒരു ചെറിയൊരു തൊലി കഷ്ണം, അത് ഇതിങ്ങനെ 2-3 കഷ്ണങ്ങളായിട്ട് വെറുതെ നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടത്തോട്ട്
2-3 വട്ടം ഒന്ന് പ്രസ് നിർത്തി നമ്മളതിന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മഴ തുള്ളി അടിഞ്ഞ് നമുക്ക് അറിയത്തിരുന്ന് കുടിക്കാം. നമ്മൾ നമ്മുടെ വീട്ടിലത്തെ ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. എന്ത് ജ്യൂസാന്ന് പറയാൻ പറ്റില്ല. പൈനാപ്പിളിന്റെ മണല്ല, അല്ലേ? പൈനാപ്പിളിന്റെ മണല്ല, ഒരു പുളിയുണ്ട്. അതാ ഓറഞ്ചിന്റെ ഓറഞ്ച് നമ്മളോടത്ത് ഓറഞ്ച് ആയതുകൊണ്ടാണ് പുളി, ഒരു ചെറിയൊരു പുളി. പുളി ഇട്ടിട്ട് അടിക്കണ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ കുടിക്കണം. അധികം നേരം അനുവദിക്കില്ലേ. നമ്മൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഇത്തിരി സമയം പിടിച്ചത്. ഇപ്പൊ തയ്യാറെടുപ്പിൽ നടക്കുന്നു. നീച്ചാണ്. ശരി, എനിക്ക് പനി വരുമ്പോ കഴിക്കണം വരുന്നുണ്ട്. അല്ല, മണം 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 അത് വരുമ്പോ ഈ ഛർദി അത് എന്താറിയോ, ഇവന് മിക്കവാറും കപക്കെട്ട് ഒരു ആന്റിബയോട്ടിക് എഴുതില്ല. അപ്പൊ ഒരു പൊടിയും വെള്ളവും മിക്സ് ചെയ്തിട്ട്, അപ്പൊ അതിന്റെ ഓരോ ഫ്ലേവർ ഉണ്ട്. ഓറഞ്ച് ഫ്ലേവർ, പൈനാപ്പിൾ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മരുന്നുകളായിരിക്കും. പണ്ട് കാലത്ത് പനി വരുമ്പോഴേ കുട്ടികൾക്ക് ചില സമയത്ത് പൊടിയിരിക്കും കിട്ടുക. ഒരു ചെറിയൊരു കടലാസില് കുഞ്ഞ് ഒരു പൊടി, അത് ഡോക്ടർ എഴുതിയിരുന്നു. ഒരു പൊടി കിട്ടും മെഡിക്കൽ ഷോപ്പ്, ഈ മറ്റേ ഹെൽത്ത് സെന്ററിൽ നിന്ന് ഇവിടെ കിട്ടും. ആ പൊടി തേനിൽ ചാലിച്ച് ടീസ്പൂണിൽ കലക്കിയിട്ട് ചാലിച്ചിട്ട് ഇങ്ങനെ വായിലിക്കാണ്ട് ഇങ്ങനെ വടിച്ച് അമ്മമാരാണ്ട് കൊടുക്കും. ചില കിടാങ്ങളത് കഴിക്കില്ല. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാര് മടിയിലാണ് കിടത്തും. അമ്മമാരെ മടിയിൽ എടുത്തിട്ട് കയ്യിൽ കാണില്ലേ, മറ്റേ ചിരട്ട കയ്യിൽ അതിന്റെ മുളേരെ തണ്ടുണ്ട്. ആ തണ്ട് ഈ വായിൽ ഇങ്ങനെ മരത്തിൽ കെടുത്തിട്ട് കിടാങ്ങളെ വായിലിക്കാണ്ട് ഇങ്ങനെ കയറ്റി ഒരു സൈഡിലേക്ക് ഒരു പിടുത്തം പിടിക്കും. എന്നിട്ട് ഈ സാധനം വായിക്കണ കിടാങ്ങള് അത് പുറത്തേക്ക് എടുക്കുമ്പോ ഈ കവളത്ത് ഓടൊക്കെ ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോ അമ്മമാര് ഇങ്ങനെ തേച്ച് അതിനുള്ളിലേക്ക് കുത്തിയായിട്ട് കൊടുക്കും. ഇന്നത്തെ വീഡിയോന്റെ തുടക്കം തൊട്ട് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ അവസാനം ജ്യൂസ് കുടിക്കാൻ വേണ്ടി മാത്രം, കാരണം ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. എന്റെ ചാനലിൽ ഞാൻ വീഡിയോസ് കുറേ നാളായിട്ട് അപ്ലോഡ് ചെയ്ത് നിർത്തിയൊക്കെ ആയിരുന്നല്ലോ. 9ാം ക്ലാസ് വരെ കംപ്ലീറ്റ് ആക്കി വെച്ചു മാത്സ്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയമാണ്. ഇപ്പം സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാ 10ാം ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇടാനായിട്ട് എനിക്ക് അന്നേ തൊട്ടേ റിക്വസ്റ്റ് വരാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എന്തായാലും അത് ഇടാൻ അങ്ങോട്ട് ഒരു വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ലാസ്റ്റ് അങ്ങോട്ട് തീരുമാനിച്ചു കൊടുക്കാമെന്ന്. അപ്പം എനിക്ക് എൻ്റെ സംശയം എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ അങ്ങനെ ആകെ ഡിപ്ലോമ അല്ല ഞാൻ പഠിച്ചിട്ടുള്ളൂ. കണ്ടമാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ലല്ലോ. എൻ്റെ മറ്റുള്ളവരുടെ വിചാരം എനിക്ക് ഭയങ്കര പഠിപ്പുണ്ടെന്നാ. അപ്പോൾ എനിക്ക് 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും 2 കൽപ്പിച്ച് ഇന്നങ്ങോട്ട് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഈ ചേട്ടൻ എന്നെ വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പം ഞാൻ 10ാം ക്ലാസ്സിൻ്റെ മാത്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം എൻ്റെ ചാനലാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അങ്ങനെ അജൂസ് ലേണിംഗ് ക്ലാസ് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. അത് ആർക്കെങ്കിലും ഇപ്പൊ സരിതര ക്ലാസ്സുകൾ ചില സ്കൂളുകാരൊക്കെ അവര് കുട്ടികൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, അവര് ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ്സിന്റെ ആണല്ലോ ഏറ്റവും ആവശ്യം. അപ്പൊ അത് എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 9ാം ക്ലാസ്സിലത്തെ കുട്ടികളാണ്. അപ്പൊ അവരിപ്പോ 10ലായില്ലോ. അപ്പൊ അവർക്ക് അല്ലേ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മുടെ ജ്യൂസ് കഴിഞ്ഞു. ഇനി സരിതര ഒരു പാട്ട്. കുറെ നാളെ ഞാൻ പാട്ടൊന്നും പാടാറില്ല. അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് വരുന്നുണ്ട് എന്താ പാടാതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ പാടാൻ പോണത് രാഗി. എൻ്റെ അനിയത്തി എന്ന് പറഞ്ഞതിനേക്കാളും എൻ്റെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരി എന്ന് വേണമെങ്കിൽ പറയാം രാഗിനെ. അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെ പാപ്പൻ, അതുപോലെ തന്നെ അമ്മേൻ്റെ കൂട്ടുകാരിയാണ് മേമ. അപ്പൊ അങ്ങനെ രാഗി ആവശ്യപ്പെട്ടിട്ടുള്ള പാട്ടാണ് കേട്ടാ. രാഗി ഇപ്പോഴും എന്നോട് ചോദിക്കും, ചേച്ചി ഞാൻ എൻ്റെ എത്താറായ, എൻ്റെ നമ്പർ ആവാറായ എന്ന് ചോദിക്കും. അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ആരണ്യകം എന്ന് പറഞ്ഞ സിനിമയിലത്തെ ഒളിച്ചിരിക്കാൻ പള്ളിക്കൂടിൽ ആ പാട്ട്. എനിക്കും നല്ല ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടത്. അപ്പം അത് കോപ്പിറൈറ്റുള്ള പാട്ടായ കാരണം ഇടയ്ക്കെന്ന് പാടുകയാണ് കേട്ടാ. എൻ്റെ മലർ തോഴികളെ
എൻ്റെ മലർ തോഴികളെ മുല്ലേ മുക്കൂത്തി, എൻ്റെ മലർ തോഴികളെ മുല്ലേ മുക്കൂത്തി, എന്തേ ഞാൻ കഥ പറയുമ്പോൾ മൂളി കേൾക്കാത്തു, തൊട്ടാവാടി നിന്നെ തൊട്ടാവാടി നിന്നെ എനിക്കെന്തിഷ്ടമാണെന്നോ, താലോലം നിൻ കവിളിൽ ഞാനൊന്നു തൊട്ടോട്ടെ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലോ നൊരുക്കി വെച്ചില്ലേ, കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇനിയും കിളിമകൾ വന്നില്ലേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.